ഞാൻ കിടക്കാൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു വിജയ് തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്ത 15 വർഷത്തിലേക്ക് CM ആവാന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറഞ്ഞത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിനു മുന്നേ അതിന് ഒരു 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 ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. ഏത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയ ഇരിക്കുന്നു, അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് വരുന്ന കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ അജുവിന്റെ ഫോർ ഗ്രൂപ്പുകാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ്റെ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ദിലീപേട്ടൻ നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബിനാമി നിങ്ങളുടെ ബിനാമിയാണ്. റോണി ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അതിനിടയിൽ പല ചർച്ചകൾക്കൊടുവിൽ അജു എന്നോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എന്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായി ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, നീ അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവും, ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇത് അറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ല വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, ആ വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യും. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കും. ദിലീപേട്ടൻ നമ്മൾ